ഡിപ്രഷൻ, അറ്റൻഷൻ ഡെഫിസിറ്റ്, ഭയങ്കരമായിട്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ ഓവർ യൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടാകാറുണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും അവരൊരു സോഷ്യൽ സ്കില്ലിൽ ഡെവലപ്മെൻറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇൻട്രാക്ട് ചെയ്യുന്നതും നമ്മളൊരു തീരുമാനം ജഡ്ജ്മെൻറ്റും എല്ലാം തെറ്റിപ്പോകും. ആക്ച്വലി അവർ ചിലപ്പോൾ ഒരൊറ്റ ഒരു ചിന്തയിൽ മാത്രമേ അവർ ആ ഒരു ആംഗിളിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. അവർ വൈഡായിട്ട് ചിന്തിക്കാനുള്ള അങ്ങനെയുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നത് യൂഷ്വലി കുറവായിരിക്കും. പിന്നെ അവർക്ക് ഇമ്പൾസിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതായത് അവർക്ക് ഇമ്പൾസീവ് ആയിരിക്കും. അവരുടെ പല തീരുമാനങ്ങളും ആ ഒരു പെട്ടെന്നുള്ള നിമിഷ നേരം കൊണ്ട് എടുക്കുന്ന തീരുമാനമായിരിക്കും. അവർ കൂടുതൽ ആലോചിച്ച് എടുക്കില്ല. ഇത് യൂഷ്വലി ചെറിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇമ്പൾസീവ്. അവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. തീരുമാനങ്ങൾ പെട്ടെന്നായിരിക്കും എടുക്കുക, കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ എടുത്തു ചാടുക എന്നൊക്കെ പറയുന്ന പോലെ അവർ അങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ, അത് കൂടുതലായിട്ട് കാണുന്നത് പെൺകുട്ടികളിലാണ് ഈ ഡിപ്രഷൻ കാണുന്നത്. കാരണം ബോയ്സ് യൂഷ്വലി ഗെയിമിംഗ് അഡിക്ഷനാണ് ബോയ്സിന് യൂഷ്വലി കൂടുതൽ കമ്പാരിറ്റീവ്ലി. ഒരു ജനറൽ പെർസ്പെക്റ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ബോയ്സിന് ഗെയിമിംഗ് അഡിക്ഷനാണ് കൂടുതൽ, ഗേൾസിന് മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ് അഡിക്ഷൻ കൂടുതലും. ആൻഡ് അത് കാരണമുള്ള ഒരു ലോൺലിനെസ്സും അതുപോലെയുള്ള ഇപ്പോൾ കേൾക്കാറുണ്ടല്ലോ മൊബൈൽ ഇതുവഴി ചാറ്റിംഗ് വഴി പരിചയപ്പെടുന്നു, അങ്ങനെയുള്ള മിസ്ഹാപ്സും ഉണ്ടാകാൻ സാധ്യത കൂടുതൽ പെൺകുട്ടികൾക്കാണ്. അത് എസ്പെഷ്യലി അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ. ആ ഒരു അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പിന്നെ ഇത് ആക്ച്വലി ഇത് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാൻ കുറേ സ്കെയിലുകളും അങ്ങനെ കുറേ സ്കെയിലുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഓവർ യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കലി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് കുറേ സ്കെയിൽസ് ഒക്കെ ഉണ്ട്. അത് യൂഷ്വലി ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സ്കെയിൽ ഉണ്ട്, എത്ര ഓരോ 0 to 36 അങ്ങനെ കുറേ സ്കെയിൽസ് ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം, അതായത് ഞാനിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എവിടുന്നാണ് ഇത് തുടങ്ങുന്നത്, അതൊക്കെ എപ്പോഴും വീട്ടിൽ നിന്നാണ്. നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത്. കാരണം ഇതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ വേണ്ടത്. അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പാരൻസും, വലിയ കുട്ടികളുടെ കാര്യത്തിൽ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ അവരും സ്വയം അവെയർ ആവണം. ഓക്കെ, ഞാനിത് യൂസ് ചെയ്യുന്നത് കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന്, മൊബൈൽ ഫോണിൻ്റെ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്ത് അല്ലാതെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നതും റീൽസ് കൂടുതൽ കാണുന്നതും, അത് നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് വലിയ ആൾക്കാർക്കും ബാധകമാണ്, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ബാധകമാണ് കൂടുതലായിട്ട്. കാരണം വലിയ ആൾക്കാർക്കൊക്കെ ലൈക്ക് ഈവൻ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ കഴുത്തിന് പലർക്കും പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ കുട്ടികളുടെ കാര്യമാണ് പറയുന്നതെങ്കിലും ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. യൂഷ്വലി നെക്ക്, കാരണം എപ്പോഴും ഇങ്ങനെ ടെക്സ്റ്റിംഗ് കാരണം എപ്പോഴും ഈ സെർവിക്കൽ റീജിയനിൽ, അതായത് കഴുത്തിൻ്റെ അവിടെ എല്ലിന് തേയ്മാനം, അവിടുത്തെ ഞരമ്പുകൾക്ക് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അതിൻ്റെ റീസൺ മെയിൻ ഇതാണ്, ഈ കഴുത്ത് ഇങ്ങനെയാക്കിയിട്ട് നോക്കുന്നത്. അതാണ് ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇൻവോളണ്ടറി റെസ്ട്രിക്ഷൻ, അതായത് പാരൻസ് തന്നെ കമ്പൽസറി ആയിട്ട് ഒരു ഫിക്സഡ് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഇത്ര ടൈം. നമ്മൾ ആക്ച്വലി 18 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സ്ക്രീൻ കാണിക്കാനേ പാടില്ല. 18 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കാണിക്കാനേ പാടില്ല. 18 മുതൽ 36 മാസം വരെയുള്ള പിള്ളേർക്ക് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കാണിക്കാമെന്നാണ് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും എല്ലാം WHO എല്ലാം പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. പക്ഷേങ്കിൽ ഇന്നത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഈവൻ പല സ്റ്റഡീസും കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 115 മിനിറ്റ്, ഓൾമോസ്റ്റ് 2 മണിക്കൂർ അടുപ്പിച്ച് കുട്ടികൾ ഒരു 3 മുതൽ 6 വയസ്സുള്ള പിള്ളേർ സ്പെൻഡ് ചെയ്യുന്നതാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. ആൻഡ് ഇടയ്ക്ക് മുംബൈയിൽ ഇതേപോലെ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ കാണിക്കുന്നത്, ഐ തിങ്ക് അതിൻ്റെ കറക്റ്റ് അവരും 2.5 മണിക്കൂർ 28% കുട്ടികളും ഈ മൊബൈൽ ഫോൺ ഓവർ യൂസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ ഇന്ത്യയിൽ നടത്തിയ ഒരു സ്റ്റഡിയിലും കാണിക്കുന്നത് അതാണ്. ഇതെല്ലാം ഇന്നത്തെ ഇനിയും ഒത്തിരി സ്റ്റഡീസൊക്കെ നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഓവർ യൂസ് മാത്രമാണ്. ഇതൊരിക്കലും അഡിക്ഷൻ എന്നുള്ളൊരു ടെർമിനോളജിയിലോട്ട് വന്നിട്ടില്ല. മൊബൈൽ ഫോൺ ഓവർ യൂസ്.
പിന്നെയുള്ളത് സ്കൂൾ ഫാക്ടർ. സ്കൂളിൽ നിന്നും ഭയങ്കരമായിട്ട് സ്കൂളിൽ നിന്നുള്ള കുറേ സപ്പോർട്ട് വേണം. പിന്നെ പിയർ സപ്പോർട്ട്, എസ്പെഷ്യലി കൂടെയുള്ള ഇപ്പം നമ്മൾ സ്കൂളിൽ 10-10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർ കൂടെയുള്ള കൊച്ചുങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് കൊണ്ടുവരുമ്പോൾ ബാക്കി കുട്ടികൾക്കും തോന്നും ഓക്കെ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ. അപ്പോൾ പിയർ സപ്പോർട്ടും പിയർ പ്രഷർ കാരണവും പല കുട്ടികളും ഇതേപോലെ മൊബൈൽ ഫോൺ ഓവർ യൂസിലോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി ഫ്രം ഒരു മെഡിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്നും ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബാക്കി മെഡിക്കൽ ആസ്പെക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് എങ്ങനെ പോകണം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കേസുകളുണ്ടല്ലോ, അതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബിഹേവിയറൽ തെറാപ്പി, അതായത് ഈ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ആക്ച്വലി മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അതായത് ഇതിനെക്കുറിച്ച് അവെയർ ആകുക. മെഡിറ്റേഷൻ ആക്ച്വലി ഇതിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം കുറച്ചുകൂടി എന്താണ് നമ്മുടെ സ്വയം ഇതിലോട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് കുറേയൊക്കെ വിട്ടു മാറാറുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. പിന്നെ വേറൊരു കൊറിയയിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജേർണലിംഗ് ആണ്. അവരോട് പറയും എത്ര സമയമാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നതെന്ന് എഴുതി വയ്ക്കും. നമ്മളിപ്പോൾ 10 മണിക്ക് തുടങ്ങി 10:30 വരെ അങ്ങനെ ജേർണലിംഗ് സ്മാർട്ട് ഫോൺ. അതൊന്നും ആരും ചെയ്യില്ല, നടക്കില്ല. പക്ഷേങ്കിൽ സംഭവം ഇതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഒരു ദിവസം എത്ര സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പം അതുവഴിയും നമുക്ക് ഇതൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ അതോറിറ്റേറ്റീവ് പാരന്റിങ്, അതായത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളുടെ അടുത്ത് ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങൾ പറയുകയും അത് വിലക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതേസമയം നമ്മൾ അത് നോക്കരുത്. നമ്മളിത് നോക്കിക്കൊണ്ട് പിള്ളേരുടെ അടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ വേറൊരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു റോൾ മോഡൽ കൂടി ആവണം, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാമിലി തെറാപ്പി, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പം കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ്. അത് ആക്ച്വലി യൂസ്ഫുൾ ആണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കൊച്ചുങ്ങൾ എത്ര, നമുക്ക് ലിമിറ്റ് വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പം മൊബൈൽ കൊടുക്കാൻ വേറെ നിവൃത്തിയില്ല, അങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ്, കുറേ മൊബൈൽ ആപ്സ് ഉണ്ട്. അതിൽ നമുക്ക് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്ക്രീൻ ടൈം ഇത്ര മാത്രമേ പറ്റുള്ളൂ, നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവരെന്തൊക്കെ കാണുന്നു എന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും നമുക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയിരിക്കും ഫോർ മോണിറ്ററിങ് ചിൽഡ്രൻ. അത് എസ്പെഷ്യലി വരുന്നത് വലിയ പിള്ളേർക്ക്, ഒരു 10 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് അവരെന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ്ലി സ്ക്രീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും വളരെ ഫലപ്രദമായിരിക്കും. പിന്നെ ഈ മൊബൈൽ ഡിപ്പെൻഡൻസ് തീരണമെങ്കിൽ നമുക്ക് പാരൻസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ നമ്മൾ കൂടുതൽ ടൈം അവരുടെ കൂടെ ചിലവഴിക്കുക എന്നുള്ളതാണ്. ആൻഡ് കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുക. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺസ് അവർക്ക് എത്താത്ത രീതിയിൽ, അവർക്ക് എപ്പോഴും ഈ ചെക്കിംഗ് ബിഹേവിയർ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുക്കുക, അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പം ആ ഒരു ചെക്കിംഗ് ബിഹേവിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്താത്ത സ്ഥലത്ത് മൊബൈൽ വയ്ക്കുക. പിന്നെ വീഡിയോ, ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നതിന് പകരം വീഡിയോ കണ്ടുകൊണ്ടില്ല, ജസ്റ്റ് മ്യൂസിക് മാത്രം വെക്കുക. അപ്പോൾ കൂടുതൽ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പാട്ടിനെ യൂഷ്വലി എല്ലാവരും ഇപ്പോൾ കാണുന്നത് വീഡിയോയും കൂടിയാണ് കാണുന്നത്. സോ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളൊരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കുട്ടികളെ നമ്മൾ മൊബൈൽ യൂസിൽ നിന്ന് എത്ര പറഞ്ഞാലും കുട്ടികൾ നമ്മളാണ് കാരണം. പാരൻസാണ് ഡെഫിനറ്റ്ലി ഒരു 12-14 വയസ്സ് വരെയുള്ള പിള്ളേരുടെ ഒരു മൊബൈൽ ഓവർ യൂസിന് കാരണം എസ്പെഷ്യലി പാരൻസാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അവെയർ ആവുകയും അത് നമ്മളൊരു റോൾ മോഡലായിട്ട് പ്രവർത്തിക്കുകയും നമ്മൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ആക്ടിവിറ്റീസും എല്ലാം ഇത് കൊച്ചിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഒന്നൊരു ബോധത്തോടു കൂടി നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്താൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം ഹോം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഓരോ വീട്ടിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക്, കാരണം ഈ കുട്ടികളാണ് നാളെയുടെ വാഗ്ദാനം. അവരുടെ ബിഹേവിയറിലും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തന്നെ മുൻകൈയിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
ഇപ്പോൾ മൊബൈൽ ഫോണിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ മാത്രം